ഖുർആൻ അത്ഭുതങ്ങൾ അവസാനിക്കുന്നില്ല. 25-ാം ഭാഗം, ഒട്ടിപ്പിടിച്ച ഭ്രൂണം. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ വിവിധ ഘട്ടങ്ങൾ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്. അതിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. നമ്മൾ സൂറത്തു സുമറിലെ 6-ാമത്തെ ആയത്ത് മുമ്പ് കേട്ടതാണ്. യഖ്ലുഖുക്കും ഫീ ബുത്തൂനി ഉമ്മഹാത്തിക്കും ഖൽഖം മിൻ ബഅദി ഖൽഖ്. ഒരു ഘട്ടത്തിന് ശേഷം മറ്റൊരു ഘട്ടമായിക്കൊണ്ട്, അല്ലെങ്കിൽ ഘട്ടം ഘട്ടമായിക്കൊണ്ട് നിങ്ങളുടെ മാതാക്കളുടെ വയറ്റിൽ നിങ്ങളെ അവൻ സൃഷ്ടിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ വെള്ളത്തിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറയുന്നുണ്ട്. സൂറത്തുൽ ഫുർഖാൻ 54-ാമത്തെ ആയത്ത്. വഹുവല്ലദീ ഖലഖ മിനൽ മാഇ ബശറ. അവൻ തന്നെയാണ് വെള്ളത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചത്. പിന്നീട് വെള്ളത്തിൻ്റെ സത്തയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് സൂറത്തു സജദ 8-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്. സുമ്മ ജഅല നസ്ലഹു മിൻ സുലാലത്തിൻ മിൻ മാഇൻ മഹീൻ. വളരെ നിസ്സാരമായ വെള്ളത്തിൻ്റെ സത്തിൽ നിന്നും അവൻ്റെ തലമുറയെ നാം ഉണ്ടാക്കി. വെള്ളത്തിൽ നിന്ന് എന്ന് പറയുന്നതിന് പകരം വെള്ളത്തിൻ്റെ സത്തിൽ നിന്ന്, സുലാലത്ത് എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത്. മിൻ സുലാലത്തി മിൻ മാ. സുലാലത്ത് എന്ന് പറഞ്ഞാൽ അറബിയിൽ ഖുലാസത്ത് എന്നാണ് അർത്ഥം. ഖുലാസ എന്ന് പറഞ്ഞാൽ ആറ്റിക്കുറുക്കിയത്. അതായത് ഒരു വസ്തുവിലെ അനാവശ്യമായ അല്ലെങ്കിൽ അധികമുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി എല്ലാം തട്ടിക്കളഞ്ഞ് അതിൻ്റെ ഖുലാസ, അതിൻ്റെ സത്ത് അല്ലെങ്കിൽ അതിൻ്റെ എസൻസ്, അതിനാണ് ഈ സുലാല എന്ന് പറയുക. അപ്പോൾ കോടിക്കണക്കിന് ബീജങ്ങളിൽ നിന്ന് ആ ബീജങ്ങളിൽ ഒന്ന് അതിജയിക്കും. അതാണ് അണ്ഡത്തിൽ പ്രവേശിക്കുന്നത്. ആ ലക്ഷണമൊത്ത ഒന്ന് അണ്ഡവുമായി ചേരുമ്പോഴാണ് സിക്താണ്ഡം ഉണ്ടാകുന്നത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ ഒരു ഘട്ടമായിട്ട് വിശദീകരിക്കുന്നത്. പുരുഷന്റെ ശുക്ലവും സ്ത്രീയുടെ ആർത്തവരക്തവും ചേർന്നാണ് ഗർഭമുണ്ടാകുന്നത് എന്ന് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത ഒരു കാലമുണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് പുരുഷന്റെ ബീജവും സ്ത്രീയുടെ അണ്ഡവും കൂടി ചേർന്നിട്ടാണ് കുട്ടി ഉണ്ടാകുന്നത് എന്ന് ഖുർആൻ പ്രസ്താവിക്കുന്നത്. ഖുർആനിൻ്റെ ഈ പ്രസ്താവന ഏറെ പ്രസക്തമാകുന്നത്. ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംഷാജ്. സൂറത്തുൽ ഇൻസാൻ 2-ാമത്തെ ആയത്ത്. പുരുഷ ബീജവും സ്ത്രീയുടെ അണ്ഡവും കൂടിച്ചേർന്ന ഒരു സ്രവത്തിൽ നിന്നാണ് നാം മനുഷ്യനെ സൃഷ്ടിച്ചത്. സ്ത്രീകളുടെ ആർത്തവം കട്ടിയായിട്ടാണ് കുഞ്ഞുണ്ടാകുന്നത് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇക്കാര്യം പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം. ഇനി സൂറത്തുൽ മുഅ്മിനൂനിലെ ഈ ആയത്തുകൾ വായിച്ചു നോക്കിയാൽ നാം അക്ഷരാർത്ഥത്തിൽ അന്തം വിട്ടുപോകും, അത്ഭുതപ്പെട്ടു പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ സുമ്മ ജഅൽനാഹു നുത്ഫതൻ ഫീ ഖറാരിൻ മക്കീൻ സുമ്മ ഖലഖനൻ നുത്ഫത അലഖതൻ ഫഖലഖനൽ അലഖത മുദ്ഗതൻ ഫഖലഖനൽ മുദ്ഗത ഇളാമ ഫകസൗനൽ ഇളാമ ലഹ്മ സുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖർ ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. സൂറത്തുൽ മുഅ്മിനൂൻ 12 മുതൽ 14 വരെയുള്ള ഈ ആയത്തുകൾ. മനുഷ്യനെ നാം കളിമണ്ണിൻ്റെ സത്തിൽ നിന്ന് സൃഷ്ടിച്ചു എന്നാണ് ആദ്യം പറയുന്നത്. പിന്നീട് നാം അവനെ ബീജമാക്കി, സിക്താണ്ഡമാക്കി ഭദ്രമായ ഒരിടത്ത് സ്ഥാപിച്ചു. പിന്നീട് ആ ബീജത്തെ ഭ്രൂണമാക്കി മാറ്റി. പിന്നീട് ആ ഭ്രൂണത്തെ മാംസക്കട്ടയാക്കി മാറ്റി. അതിനുശേഷം ആ മാംസത്തെ എല്ലുകളാക്കി. എല്ലുകളെ പിന്നീട് മാംസം കൊണ്ട് പൊതിഞ്ഞു. പിന്നീട് നാം അതിനെ തീർത്തും വ്യത്യസ്തമായ ഒരു സൃഷ്ടിയാക്കി മാറ്റി വളർത്തിയെടുത്തു. ഏറ്റവും നല്ല സൃഷ്ടികർത്താവായ അല്ലാഹു എത്രയും അനുഗ്രഹത്തിൻ്റെ ഉടമയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞത് സുമ്മ ജഅൽനാഹു നുത്ഫതൻ ഫീ ഖറാരിൻ മക്കീൻ. നുത്ഫയായിക്കൊണ്ട് അവനെ നാം ഭദ്രമായ ഒരു സ്ഥലത്ത് വെച്ചു. ഇത് ഏതാണ് എന്ന്
വിശദീകരണം ആവശ്യമില്ലാത്ത വിധം നമുക്കറിയാം. സ്ത്രീയുടെ ഗർഭപാത്രമാണ്. സുമ്മ ജഅൽനാഹു, പിന്നീട് നാം അവനെ ആക്കി നുത്ഫതൻ ഫീ ഖറാരിൻ മക്കീൻ, ഒരു ഭദ്രമായ സുഭദ്രമായ ഒരു കോട്ടയിൽ, ഗർഭപാത്രത്തിൽ നുത്ഫയാക്കിക്കൊണ്ട് നാം അവനെ വെച്ചു. ഇന്ന് നാം പറയാൻ പോകുന്നത് ഇനി പറയുന്ന ഈ ഭാഗത്തെക്കുറിച്ചാണ്. ഈ ആയത്തിൻ്റെ ഈ ഭാഗം മാത്രമാണ് നമ്മൾ, അതായത് സൂറത്തുൽ മുഅ്മിനൂനിലെ 14-ാമത്തെ ആയത്തിലെ അതിൻ്റെ തുടക്കത്തിലുള്ള സുമ്മ ഖലഖ്നൻ നുത്ഫത അലഖതൻ എന്ന ഈ ഭാഗം മാത്രമാണ് ഇന്ന് നമ്മൾ പരാമർശിക്കുന്നത്. പിന്നെ നാം നുത്ഫത്തിനെ നാം അലക്കയാക്കി മാറ്റി. പുരുഷബീജവും സ്ത്രീബീജവും കൂടിച്ചേർന്ന ഈ നുത്ഫത്തുൻ അംഷാജ് അഥവാ സൈഗോട്ട് അല്ലെങ്കിൽ സിക്താണ്ഡം സ്ത്രീയുടെ ഗർഭപാത്രത്തിനകത്ത് ഭദ്രമായി നിക്ഷേപിക്കപ്പെട്ട ശേഷം പിന്നീട് അള്ളാഹു അതിനെ ഒരു അലക്കയാക്കി മാറ്റുന്നു. അലക്ക എന്ന അറബി പദത്തിന് പല അർത്ഥങ്ങളുണ്ട്. തൂങ്ങിക്കിടക്കുന്നത് അല്ലെങ്കിൽ അള്ളിപ്പിടിച്ചിരിക്കുന്നത് എന്നാണ് ഒരർത്ഥം. മറ്റൊരർത്ഥം ലീച്ച് എന്നാണ്, അട്ട. അപ്പം ഇങ്ങനെ പ്രധാനമായും രണ്ടർത്ഥങ്ങൾ ഈ അലക്ക എന്ന അറബി വാക്കിനുണ്ട്. നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ അലക്ക എന്ന വാക്കിൻ്റെ അർത്ഥം ഇപ്പറഞ്ഞത് ഈസിയായി നമുക്ക് ലഭിക്കും. ഈ അർത്ഥങ്ങൾ നമുക്ക് കിട്ടും. വിശുദ്ധ ഖുർആനിലെ പദപ്രയോഗങ്ങളുടെ സൂക്ഷ്മതയും കൃത്യതയും തീർച്ചയായും നമ്മെ അത്ഭുതപ്പെടുത്തും. ഈ രണ്ടർത്ഥങ്ങളും ഒരുപോലെ യോജിക്കുന്ന ഒന്നാണ് ഈ ഗർഭപാത്രത്തിലെ ഈ നുത്ഫത്ത് അലക്കയാകുന്ന അവസ്ഥ. ആദ്യത്തെ അവസ്ഥയിൽ അതൊരു അട്ടയെപ്പോലെയാണ്, ലീച്ചിൻ്റെ അതേ ആകൃതിയിലാണുള്ളത്. അതിൻ്റെ രൂപം പോലും അട്ടയെപ്പോലെയാണ്. ചെറിയ ഒരു ഭ്രൂണം, ഒരു കുളയട്ട നമ്മുടെ ശരീരത്തിൽ പറ്റിപ്പിടിക്കുന്നത് പോലെ അല്ലെങ്കിൽ ശരീരത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് പോലെ മാതാവിൻ്റെ ഗർഭാശയത്തിനകത്ത് ഈ ഭ്രൂണം അലക്ക അള്ളിപ്പിടിച്ചിരിക്കുന്നു. നമുക്ക് നമ്മുടെ ശരീരത്തിൽ അട്ട പറ്റിപ്പിടിച്ചാൽ, അട്ട കടിച്ചാൽ അതിനെ പറിച്ചെടുക്കാൻ എളുപ്പമല്ല, പ്രയാസമാണ്. ഭ്രൂണവും അതുപോലെ തന്നെയാണ്. ഗർഭാശയ ഭിത്തിയിൽ അള്ളിപ്പിടിച്ച അവസ്ഥയിലാണ് അതുള്ളത്. ഗർഭാശയത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഗർഭാശയ ഭിത്തിയിൽ തൂങ്ങിക്കിടക്കുന്ന രൂപത്തിൽ, സസ്പെൻഡഡ് അല്ലെങ്കിൽ ഹാങ്ങിങ് എന്ന ഈ അലക്ക എന്ന അർത്ഥം ആദ്യം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഭ്രൂണം അങ്ങനെ തന്നെയാണ്. ഈ ഗർഭാശയത്തിനുള്ളിൽ അത് തൂങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന രൂപത്തിലാണ്. 26 മുതൽ 30 ദിവസം വരെ പ്രായമായ ഒരു ഭ്രൂണത്തിൻ്റെ ചിത്രവും അട്ടയുടെ ചിത്രവും ഒരുപോലെയാണ് എന്ന് ഈ രണ്ട് ചിത്രങ്ങളും പരിശോധിച്ച് നോക്കിയാൽ എളുപ്പം നിങ്ങൾക്ക് ബോധ്യപ്പെടും. അതിൻ്റെ ചിത്രങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാവുന്നതാണ്. അട്ടയുടെയും ഭ്രൂണത്തിൻ്റെയും ആ സമയത്തുള്ള, അതായത് 26 മുതൽ 30 ദിവസം വരെ പ്രായമായ ഒരു ഭ്രൂണത്തിൻ്റെ ചിത്രവും ഒരു അട്ടയുടെ ചിത്രവും നോക്കുക. ഭ്രൂണത്തിൻ്റെ ഈ ആദ്യ അവസ്ഥകളെ വിശദീകരിക്കാൻ ഇതിലും വ്യക്തമായ ഒരു പദം വേറെ ഇല്ല. അലക്ക എന്ന അറബി പദത്തിൻ്റെ ഈ രണ്ടർത്ഥങ്ങളും, തൂങ്ങിക്കിടക്കുന്നത്, അള്ളിപ്പിടിച്ചിരിക്കുന്നത്, പറ്റിപ്പിടിച്ചിരിക്കുന്നത്, അട്ട, ഈ എല്ലാ അർത്ഥങ്ങളും ഭ്രൂണത്തിൻ്റെ ഈ അവസ്ഥ വിശദീകരിക്കാൻ ഏറെ യോജിച്ചതാണ്. ഇതിനേക്കാൾ പറ്റിയ ഒരു പദം വേറെയില്ല. ഖുർആനിലെ ഓരോ പദവും എത്ര കൃത്യമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ, നമ്മൾ ആലോചിച്ച് നോക്കുക, ഏതാനും ചെറിയ മില്ലിമീറ്ററുകൾ മാത്രം വലുപ്പമുള്ള ആ ഭ്രൂണത്തിൻ്റെ ഗർഭാശയത്തിനകത്തുള്ള അവസ്ഥ കൃത്യമായി ഒപ്പിയെടുത്ത്, കൃത്യമായി ഫോട്ടോ എടുത്ത് നമുക്ക് ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്. അന്ന് ഇതിനെക്കുറിച്ച് പറയാൻ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് നമുക്ക് കാണിച്ചു തരാൻ അന്ന് സ്കാനിങ് ഇല്ല, ഫോട്ടോഗ്രാഫി ഇല്ല. അതൊന്നും ഇല്ലാത്ത അക്കാലത്ത്, അഥവാ 7-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ അങ്ങേയറ്റം സൂക്ഷ്മമായി നടക്കുന്ന ഈ ചെറിയ ചേഞ്ച് പോലും നുത്ഫയിൽ നിന്ന് അലക്കയിലേക്കുള്ള, അല്ലെങ്കിൽ സിക്താണ്ഡം ഒരു ഭ്രൂണമായി മാറി ആ ഭ്രൂണം
സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ അട്ടയെപ്പോലെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് എന്ന് ഖുർആൻ വിശദീകരിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുകയല്ലാതെ, ഖുർആനിൻ്റെ മാസ്മരികതയിൽ നമ്മൾ വിസ്മയപ്പെടുകയല്ലാതെ എന്ത് ചെയ്യും? ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വാക്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്, ഈ വാക്യങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി അവതരിപ്പിക്കപ്പെട്ട ഈ വാക്യങ്ങൾ കൂടി ഒന്ന് വായിച്ചു നോക്കുക. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി അവതരിപ്പിക്കപ്പെട്ട സൂറത്തുൽ അലഖ്, ഈ സൂറത്തിൻ്റെ പേര് തന്നെ അൽ അലഖ് എന്നാണ്, ഒട്ടിപ്പിടിക്കുന്നത് എന്നാണ്. ആദ്യമായി അള്ളാഹു നബിയുടെ നാവിലൂടെ ലോകത്തോട് സംസാരിക്കുന്നത് വായിക്കുക. സൃഷ്ടിച്ച നിന്റെ നാഥന്റെ നാമത്തിൽ വായിക്കുക. ഖലഖൽ ഇൻസാന മിൻ അലഖ്, ഒട്ടിപ്പിടിക്കുന്നതിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ച അള്ളാഹുവിൻ്റെ നാമത്തിൽ വായിക്കുക. ആദ്യം മനുഷ്യനെ സൃഷ്ടിച്ചത് ഗർഭാശയത്തിൽ ഒട്ടിപ്പിടിക്കുന്ന വസ്തുവിൽ നിന്നാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ മാനവരാശിയോട് സംസാരിക്കാൻ ആരംഭിച്ചത് എന്ന് മനസ്സിലാകുമ്പോൾ തീർച്ചയായും നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഖുർആനിലെ അത്ഭുതങ്ങൾ ഇനിയുമുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.